നമുക്ക് പണിയുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ വേറെ പ്രചരമൊന്നുമില്ല. അല്ല നമ്മൾ ഈ പണിയല്ലേ ചെയ്തിട്ടുള്ളൂ. വേറെ പണി നമുക്ക് ഈ അനാവശ്യം മറ്റു പ്രചരമില്ല. മനസ്സിലായി. പാർട്ടി സൈഡിയൊന്നും ഇല്ല. തീർച്ചയായിരിക്കും. അതും കൂടെ നിർത്തണം. എന്തിനാണ് ഏതെങ്കിലും ഒന്നിരിക്കട്ടെ അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ആൾ പറയും മോശമായി അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞാലോ. അപ്പൊ അതുകൊണ്ട് തീർത്ത് വലിക്കാം. ഈ പെരുമ്പഴുതൂരിൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചേട്ടന് ഇങ്ങനെ സീരിയസ് ആയിട്ട് പണി ചെയ്തോണെന്ന് പറഞ്ഞു. പണി നടക്കട്ടെ. വയനാടയിൽ നാടിനെക്കുറിച്ചും ഈ പണികളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് സൈക്കിൾ ഏരിയാക്കുന്നതൊക്കെ ഇപ്പോൾ വളരെ കുറവാണല്ലോ. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ സൈക്കിൾ ഏരിയാക്കുന്ന ആളായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പണി തടസ്സപ്പെടുത്തത്തില്ല. ഇത് കീളിയോടെന്ന് പറയുന്ന സ്ഥലം കീളിയോടെന്ന് പറയുന്നത് ബോർഡറാണ്. കീളിയോടെന്ന് പറഞ്ഞാൽ വേറെങ്ങനെ ഒന്നും നല്ല പിടിയുണ്ട്. ഈ പെരുമ്പഴുതൂരം പണ്ട് അറിയപ്പെട്ട പടകോടെന്നാണ്. പണ്ടില്ല ആ ജംഗ്ഷൻ അറിയപ്പെടുന്നത് പണ്ട് പടകോടെന്നാണ്. പടകോട് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മലേഷ്യയിൽ അഗ്രികൾച്ചർ ഓഫീസുണ്ട്. അവിടുന്ന് വടത്തോട്ട് പോകും. ആ റൂട്ടാണ് പടകോട് ശാസ്താക്ഷേത്രം. അപ്പം അതിന് ജംഗ്ഷൻ പണ്ട് ഇതാണ്. അല്ലാത്ത സിറ്റി ഇതാണ്. അങ്ങനെയാണിത്. കുറിച്ചുപ്രഭാതത്തിൽ പെരുമ്പൂർ അത് പെരുമ്പൂർ PO പോസ്റ്റ് ഓഫീസ്. അങ്ങനെയാണ് പെരുമ്പൂർ. അതിന് വടകോടെന്നാണ്. ഈ ചന്ത ആ ജംഗ്ഷൻ അങ്ങോട്ട് പോകുന്ന റോഡിൽ ലെഫ്റ്റിൽ പബ്ലിക് മാർക്കറ്റുണ്ട്. അതിനെ അറിയപ്പെടുന്നത് വടകോട് ചന്ത എന്നാണ്. ഇപ്പോൾ ആണ് പെരുമ്പൂർ ചന്ത എന്നായി മാറ്റിയിട്ടുണ്ട്. മനസ്സിലായി. PO വന്നതിലാണ് പോസ്റ്റ് ഓഫീസിന്റെ പേരിലാണ് അതങ്ങനെ ആയിപ്പോയത്. അതിന് സ്ഥലത്തിന്റെ പേര് വടകോടാണ്. ഇതിനിപ്പുറം കീഴിയോടാണ്. ഇത് കീഴിയോട്. ഇതിനിപ്പുറം പെരുമ്പൂർ. എൻ്റെ പേരെന്താ? എൻ്റെ പേര് എത്ര വർഷമായിട്ട് സൈക്കിൾ പരിപാടി? ഞാൻ എൻ്റെ ജന്മം ഈ സൈക്കിളിലാണ്. അച്ഛൻ സൈക്കിൾ ഷാപ്പാണ്. സൈക്കിൾ ഷാപ്പായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെ കൂടി അച്ഛൻ്റെ കൂടി സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞു. സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എവിടം വരെ പോയി? ഞാൻ പഴയ 6ാം ക്ലാസ്സാണ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷും വായിക്കും മലയാളവും വായിക്കും. അത് വലിയ കാര്യം. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് വായിക്കാനേ അറിഞ്ഞു. വായിക്കും മലയാളവും വായിക്കും. എനിക്ക് ഒരു പത്രപാരായണം. പത്രം ഡെയിലി വായിക്കും. മനോരമ മാസം ഒരാൾ വായിക്കൊണ്ടിരിക്കുന്നു. മാതൃകയുടെ കാലം മനോരമ മാതൃക തെളിയുന്നു. പിന്നെ ആദ്യകാലികൾ വായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വായന പ്രധാന പരിപാടിയാണ്. വായനയും വാർത്തയും ജോലിക്കിടയിൽ വായിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഇപ്പോഴത്തെ പത്രങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന വാർത്തകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥമായി എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. പറയണം. സ്വന്തം അഭിപ്രായം. പറയും. ഇവരെല്ലാവരും സാമൂഹ്യ വിരുദ്ധന്മാരാണ്. രണ്ടുപേരും എല്ലാവരും. അതാണല്ലോ ഇപ്പൊ നിറഞ്ഞിരിക്കുന്ന വാർത്ത. ഇവര് ഈ അമ്മയെന്നും കുഞ്ഞപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഘടനയൊക്കെ ഉണ്ടാക്കിക്കുന്ന ഇഷ്ടപ്പെടുന്നത്. ഇത് പണ്ട് നമ്മുടെ എല്ലാം രക്ഷകർത്താക്കളെ പ്രായമുള്ള ആൾക്കാർക്ക് പണ്ട് ഈ സിനിമ വരുന്നത് നാടകങ്ങളിൽ അഭിനയിച്ച് 10-15 വയസ്സാകുമ്പോൾ സിനിമയിൽ. ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിലോ അല്ലെങ്കിൽ മറ്റൊരു കോളേജിലോ പോയി കലാതിലവും കൊണ്ടാണ് ഇനി വരുന്നത്. പരാജയ 20-22 വയസ്സ് അല്ലേ? എന്നാലും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഭാര ചൗകര്യത്തിനകത്തുകൊണ്ടാകും. അവർ വരുന്നവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഉള്ളവരെന്തെന്ന് അറിയാം. യവന്മാർ കാലന്മാരാണ്. ഞാൻ അങ്ങനെ പറയും. യവന്മാർ കാലന്മാരാണ്. നസീറിനെ കുറിച്ച് ആരും പറഞ്ഞു. ഇപ്പോഴും ഒരക്ഷരവും ഉണ്ടാത്ത ആശാന്മാരുണ്ടല്ലോ ഇല്ലേ? ജയറാമിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു? ഇതുവരെ പറഞ്ഞില്ല. ഞാൻ ഇന്ന് രാവിലെയും 7 മണിയുടെ വാർത്ത വരും വരുന്ന ആളാണ്. ഞാൻ 5 മണിക്ക് വാർത്ത വരുമ്പോൾ ചർച്ച കേൾക്കും. എല്ലാ ചർച്ചയും കേൾക്കും. മനോരമ, മാതൃഭൂമി, രാഷ്ട്രീയ ചർച്ച ഒന്നുമില്ലോ. അല്ലാത്ത പൊതു ചാനലിലുള്ള ചർച്ച. ഇപ്പോൾ വന്നിരിക്കുന്ന അപജയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബിനാമിയെടുക്കാൻ എല്ലാവർക്കും രാഷ്ട്രീയ പ്രശ്നം. പണ്ട് സിനിമയിൽ രാഷ്ട്രീയ പ്രശ്നമില്ല. നസീറിൻ്റെ കാലത്തില്ല, സത്യൻ്റെ കാലത്തില്ല. അതൊക്കെ രാഷ്ട്രീയമില്ല സിനിമ. അവർ നാടകം സിനിമ അങ്ങനെ പോയി. ഇന്ന് അതില്ല. രാഷ്ട്രീയക്കാരൻ സിനിമയിൽ അഭിനയിക്കും, സിനിമാക്കാരൻ രാഷ്ട്രീയത്തിൽ പോകും. അതല്ലേ അവസ്ഥ. അത് തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടിക്കൊണ്ടുണ്ട്. അതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ഈ ഡെയിലി വാർത്തയെ കേട്ടോണ്ടിരിക്കുന്നത്.
ഇപ്പോൾ മുകേഷിന് മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ പാർട്ടി എം.എൽ.എ ആണ് അല്ലേ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എന്നാൽ ബാക്കിയുള്ള പ്രൊട്ടക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ രഞ്ജിത്ത് അവരെ ആളാണ്, അവരാളെങ്കിൽ അവർ ചെയർമാനൊക്കെ സ്വീകരിക്കില്ല, സ്റ്റേറ്റുകാർ കൊണ്ട് സ്വീകരിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിലുള്ളവൻ രാഷ്ട്രീയത്തിലുള്ളവൻ സിനിമയിൽ ആ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. അതിൻ്റെ ബാക്കിൽ മറ്റു പലരും യാഥാർത്ഥ്യമല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവലോകനം ചെയ്യുന്ന ആളാണ്. അത് പറഞ്ഞില്ലേ, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ പറയില്ല, ഞാൻ CPI-കാരനാണ്. അതാണ് പഴയ കമ്മ്യൂണിസ്റ്റിന്റെ ആവേശമൊക്കെ ഉണ്ട്. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്, പാർട്ടിയൊന്നും മാറില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഈ കാലാന്തരങ്ങളിൽ വന്ന ഈ നേതാക്കന്മാരുടെ മാറ്റമാണ്. കമ്മ്യൂണിസ്റ്റ് പഠിച്ചവനും കമ്മ്യൂണിസ്റ്റ് ഉൾക്കൊള്ളുന്നവർക്കും കമ്മ്യൂണിസ്റ്റിന് മാറ്റമുണ്ട്. ഈ നേതാവിൻ്റെ പുറകിൽ നിന്ന് നേതാവ് പുതുങ്ങി കൊടുക്കും, എൻ്റെ പാടി പിന്നെ പുഴുങ്ങി കൊടുക്കുന്നവരും കേട്ടോണ്ട് നടക്കണമെന്ന്. ഞങ്ങളെല്ലാം പഴയ അച്ഛനും എം.എൻ. TV അവരുടെ കാലത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിൽ പൊളിറ്റിക്കൽ കഴിഞ്ഞു. പൊളിറ്റിക്കൽ ഇഷ്യൂ പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസം പറയാൻ വേണ്ടി 2 മണിക്കൂർ നമ്മൾ സമയം കൊടുക്കും. 2 മണിക്കൂർ ഞാൻ സമയം കൊടുക്കും. മാർക്സിസത്തെക്കുറിച്ചായാലും സാർവദേശീയമായാലും ദേശീയമായാലും ഞാൻ സമയം കൊടുക്കും. പക്ഷേ ആരും മറുപടി പറയാനും മനസ്സിലായി. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സഹായിച്ച ആളാണ് ഇന്നത്തെ മന്ത്രി GR എനിക്ക്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അവൻ യൂണിവേഴ്സിറ്റി കഴിപ്പിക്കുക, അവന് വേണ്ടി പാസ്പോർട്ട് ഒട്ടിക്കാനൊക്കെ ഇവിടെ പെരുമ്പഴുന്നൊരു നാൾ കൊണ്ട് എൻ്റെ സ്വന്തം സ്ഥലം ഊരുട്ടമ്പലം. അറിയാം ഊരുട്ടമ്പലം. പിന്നെ ഊരുട്ടമ്പലം സ്കൂളൊക്കെ ഉണ്ട്, മറ്റേ അയ്യങ്കാളി. അയ്യങ്കാളി ഇപ്പോൾ പേരിട്ടത്. പണ്ട് UP സ്കൂൾ LP സ്കൂൾ. പണ്ട് UP സ്കൂൾ LP സ്കൂൾ അതാണ്. ഇപ്പോഴീ അടുത്ത കാലത്ത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഒരു സ്കൂളിന് അയ്യങ്കാളിയാക്കി. അതൊക്കെ ഇവർ ഈ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്ന് പറയാൻ വേണ്ടി എല്ലാം വോട്ട് രാഷ്ട്രീയം. ആ സ്കൂളിൻ്റെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചത് അവിടെ LP സ്കൂളിലാണ്. 6ാം ക്ലാസ് വരെ പഠിച്ചത് ഇപ്പുറത്ത് UP സ്കൂളിലാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ മരണാസോട് വിദ്യാഭ്യാസമൊക്കെ പോയി. അന്ന് എനിക്ക് 7-8 വയസ്സൊക്കെ ആയുള്ളൂ. അതിനൊരു അച്ഛൻ തൊഴിൽ പഠിച്ചു. 75-ന് പെണ്ണൂർ സൈക്കിൾ ഷോപ്പ്. 75-ന് സൈക്കിൾ ഷോപ്പ് തുടങ്ങി. ഈ ഡിസംബർ 12-ാം തീയതി ആകുമ്പോൾ 50 വർഷം. 50 വർഷമായിട്ട് നടന്നാണ്. പെരുമ്പഴുതൂരിൽ 6ാമത്തെ കണക്ക്. പെരുമ്പഴുതൂർ തന്നെ നമ്മുടെ സൈക്കിള്. ഇപ്പോഴേ ആളുകളൊക്കെ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും മാത്രമേ ഉള്ളൂ, വലിയവർക്കാരും സൈക്കിൾ വേണം. ഹെവി സൈക്കിളാണ്. ചേട്ടാ അല്ലേ? കുടുംബമൊക്കെ ഉണ്ട്, മക്കളുണ്ട്. 3 മക്കളാണ്. അവരുടെ എല്ലാം പോകാൻ കഴിഞ്ഞോ? 3 പേര് വിവാഹം കഴിഞ്ഞ് 3 പേർക്ക് ഓരോ കിട്ടുന്നവർ. അപ്പൂപ്പനാണ്. ഇനിയിപ്പോൾ മൂത്ത മോളെ വെച്ച് പഠിക്കുന്നു. മൂത്ത മോളെ വെച്ച് അത്രയായി. മോൾക്ക് 42 വയസ്സായി. കൊച്ചുമോള് +2-ന് പഠിക്കുകയാണ്. കൊച്ചുമോനാണ്. രണ്ടാമത്തെ മോളെ വെച്ച് ഇപ്പം നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ 5-ന് പഠിക്കുന്നു. 3ാമത്തെ മോളെ വെച്ച് അത് പറഞ്ഞേ ഉള്ളൂ, മാറുന്നൊരു പ്രശ്നമാകും. 3 പഠിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ ഈ കഥകളൊക്കെ ഇപ്പം പത്രം വായിച്ചപ്പോഴാണ് അറിയാവുന്നത്? നേരത്തെ അറിയായിരുന്നു? നേരത്തെ നമുക്കറിയാം. സാമൂഹ്യ സങ്കേതമാണ്. ഞാൻ അങ്ങനെ പറയൂ. സാമൂഹ്യം അതിപ്പോൾ ദിലീപിന് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നവര്, ദിലീപിന് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? ഈ അല്ല, കൂട്ടത്തിൽ ഒരാളാകുമ്പോഴേ അപ്പോൾ ഒരു ആരോപണം വരുമ്പോൾ കൂടെ നിൽക്കണ്ടേ ബാക്കിയുള്ളവർ? അങ്ങനെയല്ല എൻ്റെ ഒരു ന്യായം. ചെറിയ മര്യാദ കാണിക്കണ്ടേ? അത് പറച്ചില്ലല്ലേ ഉള്ളൂ സ്ത്രീപക്ഷം. സ്ത്രീകൾ പോലും സ്ത്രീയുടെ പക്ഷത്തിലല്ലോ. വൃന്ദാക്കാരട്ട് പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കണം. അതെ, വൃന്ദാക്കാരട്ട് പറഞ്ഞു. ആനി രാജ പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കണം. അങ്ങനെ പറയാൻ പാടില്ല. എന്ത് പറഞ്ഞു? കുറ്റം ചെയ്യാത്തവരെ ശിക്ഷിക്കണം. അങ്ങനെ ആയിരിക്കണം. ദിനേശം പറഞ്ഞിരിക്കുന്നു അത് സ്റ്റേറ്റ് വിഷയമാണ്, ഞാൻ വേണം പറയാൻ. അവർ പറയാൻ പാടില്ല. അവർ ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ നേതാവാണ്. ശരി, അവർക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ ഇല്ല. അതെ, അധികാരം. കുറേ നേതാക്കന്മാർക്ക് കാർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും ബോർഡ് മെമ്പർ സ്ഥാനവും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒന്നും നടക്കുന്നില്ല. ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഈ സർക്കാർ LDF എന്ന് പറഞ്ഞാൽ CPI എന്നാണ് നേരത്തെ പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി സ്ഥായിയായിരിക്കുന്ന ഒരു കാര്യം കാണിച്ചിരുന്നത്.
ഒന്ന് കാണിച്ചു തരുന്നു ഈ സർക്കാർ. ഒന്നും ചെയ്തില്ല. ഒരേ ചപ്പടാച്ച് വേലകൾ കാണിക്കുന്നുണ്ട്. അത് തന്നെ. ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി പാടില്ല. ബേപ്പൂര് ഞാൻ ഇന്ന് വാർത്തയിൽ കേട്ടാണ്, അവിടെ എന്തൊരു കുന്തംകളി ഓണത്തിന് നടത്താൻ വേണ്ടി 2.25 കോടിയോ 2.25 കോടിയോ റിയാസ് കേട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വള്ളം കളിച്ചാൽ കുഴപ്പം വയനാട്, അപ്പുറത്ത് വള്ളം കളിച്ചാൽ വയനാട്. ആലപ്പുഴയിലെ വള്ളം കളിക്ക് വയനാട് പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേപ്പൂര് കുഴപ്പമില്ല, മാറ്റി കളിക്കും. ഏരിയ ഒന്ന് മാറ്റി കളിച്ചാൽ കുഴപ്പമില്ല. അവിടെ വയനാടില്ല. ഇല്ല, അവിടെ വയനാടില്ല. വയനാട് ഇപ്പോൾ ആർക്കുണ്ട്? വയനാട് ആർക്കും ഇല്ല. വയനാട് ദൈവം പോയവർക്കും അവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ട്, അവർക്ക് മാത്രമേ ഉള്ളൂ. അതെ, പോയവർക്ക് പോയി. ഇത് കേട്ടാ സത്യം. അതെ അതെ. ഇപ്പൊ ഇതിന്റെ പഞ്ഞത്തിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഓരോ പാർട്ടിയുടെ നേതാവ് വിളിച്ച് അത് കാട്ടിയിട്ടു. എന്റെ പൈസയ്ക്കല്ല, അവരെ പൈസയ്ക്കല്ല. ഇവിടെ ചെയ്തു കൊടുക്കാൻ സംവിധാനം പറഞ്ഞു, നമ്മൾ കൂടെ ചെയ്തു കൊടുക്കാം. അപ്പുറം സ്ഥലമുണ്ട്, അവിടെ 20 തട്ടി അടിച്ച് വെള്ളം ഇവിടെ കൊടുത്തു. അപ്പോൾ കാരണം ഇവിടുത്തെ ആശാമെന്നാണ് തട്ടി ഇവിടെ 10 തട്ടി അടിച്ച് ഇവിടെ കൊടുത്തു. അത് അദ്ദേഹം ഞങ്ങൾക്കുള്ള ബന്ധമാണ്. അത് പഞ്ഞും ജാതി കഴിച്ചു. അങ്ങനെ എന്നെ പഴയ സഹാക്കത്ത് കയറി ഇപ്പോഴത്തെ പുത്തൻ പുട്ടു നേതാക്കന്മാർക്കൊക്കെ എന്നെ അറിയില്ല. ഇതിപ്പോൾ മുട്ടടിയാണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ വലിയ നേതാവിന് ഇപ്പോൾ ജയിലിൽ കിടക്കണം അവസരമാണ്. ഓ സഹകരണം പിഴിഞ്ഞു. അവൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ എടുക്കണ്ട, വിഴുങ്ങുന്നവനാണ്. വിഴിഞ്ഞ് അവനും കിടക്കണം, മോനും കിടക്കണം. പാർട്ടിക്കാരുടെ യഥാർത്ഥത്തിൽ CPI-ക്കാരൻ തരവെന്ന് വെളിയിറങ്ങാവും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഞങ്ങളിങ്ങനെ എന്താണ് പുലിമടയിലാണ് വന്നതുപോലെ എന്നുള്ളത്. നമ്മുടെ യാത്ര ചെയ്യക്കിടയിൽ ഒരു സൈക്കിള് ശരിയാക്കുന്ന ഒരു ചേട്ടനെ കണ്ടുവന്നാൽ 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും കാലിക പ്രസക്തിമായ കാര്യങ്ങളൊക്കെ അറിയുകയും വിശകലനം ചെയ്യുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. പത്രമൊക്കെ വായിക്കുന്ന ആള്. പത്രം മാത്രമല്ല, ഞാൻ ആനുകാലിക നവീകമാണ് കൂടുതൽ വായിക്കും. പൊളിറ്റിക്കൽ എനിക്ക് എടുത്ത് വായിച്ചാൽ മുഖ്യമന്ത്രിക്ക് ജയിലിലാണ്. നവീകത്തിൽ അത് എഴുതാൻ നോക്കില്ല. അങ്ങനെയില്ല. അത് ആന്റണി തോമസാണ് എൻ്റെ ആള്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഒരു ദിവസം കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാഴ്സൊക്കെ ഇവിടെ കിട്ടും. പാഴ്സ് അത്യാവശ്യമുള്ള നമ്മൾ അല്ലെങ്കിൽ പിന്നെ പണി നടക്കും. പിന്നെ പുതിയ അങ്ങനെ പണം വാങ്ങണം, ഓരോന്ന് വാങ്ങിക്കാൻ പോകണം. അവിടെ അത് നടക്കും. വേണ്ട പാക്കറ്റ് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന കൊച്ചു പിള്ളേരെ വണ്ടിയാണ് നടുവ് ചെറുതായിരുന്നു. നമ്മളൊക്കെ കാലാവധിയാണ് തയ്യാറായി. അപ്പോൾ ശരി ശരി ചേട്ടാ, ഞങ്ങൾ സന്തോഷം കാണാം. ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സാധാരണക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും, നാടിനെക്കുറിച്ച് നാട്ടുകാരെക്കുറിച്ച്. ഇപ്പോൾ കിളിയൂരിൻ്റെയും പെരുമ്പഴുതൂരിൻ്റെയും മധ്യഭാഗത്ത് ഇങ്ങനൊരു സൈക്കിൾ കട. ഇതിന് പേരുണ്ടോ? പേരൊന്നുമില്ല. രാജൻ്റെ സൈക്കിൾ കട അല്ലേ? രാജൻ സാഹബിൻ്റെ അവിടെ. പഴയ ഒരു ഉശിരൻ സഖാവാണ്. ആ വിപ്ലവ രക്തം ഒട്ടും ചോർന്നിട്ടില്ലാത്തൊരു ഉശിരൻ സഖാവിൻ്റെ. അതന്നെ വളരെ കമ്മ്യൂണിസ്റ്റ്, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും സന്തോഷം. ഞങ്ങൾ വരാട്ടെ. ഊണൊക്കെ കഴിച്ചോ? സമയം വരുന്നു. ഊണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സമയമാവുന്നേ. വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അതന്നെ നല്ലത്, അല്ലെങ്കിൽ ആരോഗ്യം പോകും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ ഇതുപോലുള്ള യാത്രകളിലൂടെ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളുമായി മുന്നോട്ട് പോകാം. നിങ്ങളൊപ്പം കൂടണം. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ നിൽക്കണേ.